എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന കോക്കനട്ട് ബർഫിയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നാളികേരവും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും സ്വല്പം നെയ്യും മാത്രം ഉണ്ടായി നമുക്ക് അടിപൊളി ബർഫി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാനൊരു നാളികേരമാണ് ഇവിടെ ചെരുകി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത്. പൊടിക്കണം നിർബന്ധമില്ല. ഏലക്ക പൊടിച്ചതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാരയും പൊടിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നെയ്യ്, അതാണ് ഇതിലേക്ക് ആവശ്യം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബർഫി തയ്യാറാക്കിയിട്ട് ഇടാനുള്ള പാത്രത്തിൽ നെയ്യ് തടവി കറക്റ്റാക്കി വെക്കണം. അത് നമ്മൾ ഫസ്റ്റേ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബർഫി തയ്യാറാക്കാനായിട്ട് ആരംഭിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെരുക്കി വെച്ചിട്ടുള്ള നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി വർക്കൊന്നും വേണ്ട, കളറ് മാറും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ പാനായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യണില്ല. ഇതിലേക്ക് നെയ്യ് ഇപ്പോൾ ആഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ലാസ്റ്റ് നെയ്യ് ആഡ് ചെയ്യുമ്പോഴാണ് ആ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യണില്ല. ഇപ്പം നെയ്യ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാളികേരം ചൂടാക്കി നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ പാൻ എടുത്ത് നമുക്ക് ഒന്നും കൂടെ ചൂടാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ പാൻ ചൂടായി കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര പൊടിച്ച് ചേർക്കണം നിർബന്ധമില്ല. പഞ്ചസാര മുഴുവനായിട്ട് ചേർത്താലും മതി. ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി പൊടിക്കുന്ന സമയത്ത് അതുകൂടെ ഫുള്ളും പൊടിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഞാൻ ഏലക്കാപ്പൊടി വേറെ ഇടുന്നില്ല. ഈ പഞ്ചസാര പൊടിച്ചതിൽ തന്നെ ഏലക്കാപ്പൊടി ഉണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണിത്. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വറ്റി ഏകദേശം ഒരു നൂൽ പരുവാവണം. ആ സമയത്താണ് നമ്മളിതിലേക്ക് നാളികേരം ആഡ് ചെയ്യേണ്ടത്. നമ്മൾ നാളികേരം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ പഞ്ചസാര റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നാളികേരം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നമ്മുടെ പഞ്ചസാര ലൈന് കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ടുണ്ട്. അത് നമുക്ക് വറ്റിച്ചെടുക്കണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ്. അത് വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടേത് കറക്റ്റായി. അപ്പോൾ നമുക്കത് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര ലൈനൊക്കെ വറ്റി കറക്റ്റായിട്ടുണ്ട്. എങ്കിലും നമ്മളൊരു 5 മിനിറ്റും കൂടെ ഇതിൽ നന്നായിട്ടിട്ട് ഇളക്കിയെങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് സ്വല്പം നെയ്യ് ആഡ് ചെയ്യണം. നമ്മൾ മുന്നേ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പകരം ഇപ്പോൾ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയൊന്നും പിടിക്കാതെ സുഖമായിട്ട് ഇളക്കാനും പറ്റും. ഇതിൽ നല്ലൊരു നെയ്യിൻ്റെ മണമുണ്ടാവും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതൊരു പ്രത്യേക ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കണേന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് നെയ്യുള്ളത് കൊണ്ട് സുഖമായിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കറക്റ്റാക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പ്ലേറ്റിലേക്ക് ഇത് മാറ്റേണ്ടതാണ്. നമ്മുടെ കോക്കനട്ട് ബർഫിയാണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കി വെച്ച പാത്രത്തിലേക്ക് അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് പരത്തി അമർത്തി പരത്തണം. എങ്കിലാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ നമുക്ക് ഇതിപ്പോൾ മുന്നേ തന്നെ നമ്മൾ പാത്രം റെഡിയാക്കി വെക്കാൻ മറക്കരുത്. എങ്കിലാണ് നമുക്കിത് റെഡി ആവുന്ന സമയത്ത് പെട്ടെന്ന് ഇതിലേക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് അമർത്തി കറക്റ്റാക്കാം.
നമ്മളിപ്പോൾ ഇത് പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറുതായിട്ടൊരു ചൂട് പോണ സമയത്ത് നമ്മൾ കത്തി കൊണ്ട് മെല്ലെ വരഞ്ഞ് കറക്റ്റാക്കി വെക്കണം. അതായത് നമ്മൾ ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യണതെങ്കിൽ അത് ഇപ്പോഴേ തന്നെ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അത് ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പം ഞാനിത് കത്തി കൊണ്ട് ചെറുതായിട്ട് വരഞ്ഞ് വെക്കുകയാണ്. അതിനുശേഷം ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബർഫി നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ്. ഇളക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.